ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള CNC കട്ട് ആൻഡ് കളറിലാണ് നമ്മൾ വന്നേക്കുന്നത് ഹെയർ കട്ട് ചെയ്യാനും. പിന്നെ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്, കറൻസി എക്സ്ചേഞ്ച്, പിന്നെ പാക്കിങ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു ട്രിപ്പ് പോവാന്ന്. വേറെ അങ്ങോട്ടും അല്ല, നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ടു തായ്ലാൻഡ്. നമ്മൾ ഇൻ്റർനാഷണൽ ടെർമിനൽ 3 എത്താറായി. നമ്മളെ കൊണ്ടുവിടാൻ വന്നത് അനിയനും ഫ്രണ്ടുമാണ്. അപ്പോൾ അവർക്കൊക്കെ ടാറ്റ കൊടുത്തിട്ട് നമ്മളിത് ഉള്ളിൽ കയറി നമ്മുടെ ബാഗ് പെട്ടിയൊക്കെ നമ്മൾ റാപ്പ് ചെയ്യിപ്പിച്ചിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ഇന്നായി, മീൻസ് ലഗേജ് ഡ്രോപ്പ് ഓഫ് ആയി. അത് കഴിഞ്ഞ് വീണ്ടും പോസ്റ്റായി, ഗേറ്റ് നമ്പറൊക്കെ കിട്ടി, ടിക്കറ്റൊക്കെ കിട്ടി. പോസ്റ്റായപ്പോൾ നമ്മൾ ലോഞ്ചിൽ പോയി, നല്ല വിശപ്പുണ്ടായിരുന്നു. ലോഞ്ചിൽ പോയി ബർഗർ കിങ്ങിന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അറിയാമല്ലോ, എയർപോർട്ടിൽ നല്ല ക്യാഷാണ്, നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരെണ്ണം വാങ്ങി നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്ത്, പിന്നെ നമ്മുടെ ചെക്ക് ഇൻ ടൈമായി, നമ്മൾ ഉള്ളിൽ കയറി. ജസ്റ്റ് ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഫസ്റ്റ് ടൈമായിട്ട് പോകുന്നതുകൊണ്ടുള്ള. പിന്നെ മഴയുള്ളതുകൊണ്ട് ചെറിയൊരു ടെൻഷനും പേടിയുണ്ട്. ഈ ഡിസ്കസ് ചെയ്യുന്ന വേറൊന്നുമല്ല, ഫ്രണ്ടിൽ ബാഗേജ് ചെക്കിംഗ് ഉണ്ട്. വീണ്ടും ഇതെല്ലാം ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യുന്ന പോലുള്ള ടെൻഷൻ. ഞാൻ രക്ഷപ്പെട്ടു, എന്നെ ചെക്ക് ചെയ്തില്ല, പക്ഷേ ചേട്ടനെ ചെക്ക് ചെയ്ത്, വലിയ ബാഗ് ആയതുകൊണ്ടായിരിക്കും, ഫുൾ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നമ്മളങ്ങനെ ഉള്ളിൽ കയറി. നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു കൊച്ചിയിൽ നിന്ന്. നല്ല ചെറിയ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് നല്ല പേടിയായിരുന്നു. ഇതാ നമ്മൾ മലേഷ്യയിലെത്തി. നമുക്ക് ലേ ഓവറുണ്ട് മലേഷ്യയിൽ. ഇതാണ് മലേഷ്യ എയർപോർട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു മലേഷ്യ കാണാൻ. ആ ഒരു സിറ്റി ലൈറ്റ്സോടുകൂടി നമ്മൾ മലേഷ്യയിലെത്തി. നമുക്കൊരു 3-3.5 മണിക്കൂറുണ്ടായിരുന്നു. നമ്മളോർത്ത് പോസ്റ്റ് ആവുന്നു, പക്ഷേ സമയം പോയത് അറിഞ്ഞില്ല. എയർപോർട്ടിൽ കൂടെ തന്നെ നടന്ന്, മീൻസ് വേറെ ടെർമിനലിൽ പോകാൻ കുറേ ടൈം എടുത്ത്. അങ്ങനെ അവിടുത്തെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടാണ് ഒരു 2.5 മണിക്കൂർ പോസ്റ്റായത്. എന്നാലും കുഴപ്പമില്ല, ടൈം പെട്ടെന്ന് പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്. ഇനി നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് ഫുക്കറ്റിലോട്ടുള്ള, കാലിയായിരുന്നു എന്ന് തോന്നുന്നു, വലിയ തിരക്കൊന്നും ഇല്ലേന്ന്. അങ്ങനെ നമ്മൾ മലേഷ്യ ടു ഫുക്കറ്റ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റൗണ്ടിൽ പോയിട്ട് ഫ്രണ്ടിലൊരു ഫ്ലൈറ്റ് പോവും, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിലും ഫ്ലൈറ്റ്സൊക്കെ ഇങ്ങനെ നിൽക്കും. പിന്നെ നമ്മളൊരു ഒറ്റ എടുപ്പായിരുന്നു, നല്ല സ്പീഡിൽ ഒറ്റ ഒരു എടുപ്പായിരുന്നു. അപ്പോൾ ഒന്ന് ടെൻഷനായി നമുക്ക്, പക്ഷെ നല്ല രസമായിരുന്നു. മലേഷ്യയൊക്കെ കണ്ട്, മലേഷ്യയൊക്കെ മേളിൽ നിന്ന് കണ്ട്. പിന്നെ നമ്മൾ ഫുക്കറ്റിലെത്തി. ഫുക്കറ്റിൽ എത്തിയെന്ന് നമുക്ക് മനസ്സിലായത്, മേളിയിരുന്ന് എത്തിയെന്ന് മനസ്സിലായത് അവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് കണ്ടിട്ടാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഫുക്കറ്റിലെത്തി. കാരണം നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നതാണല്ലോ. അങ്ങനെ നമുക്ക് മനസ്സിലായി നമ്മൾ ഫുക്കറ്റിലെത്തി. കുറച്ച് കഴിഞ്ഞ് അനൗൺസ്മെൻറ്റായി. നല്ല ഭംഗിയുണ്ടായിരുന്നു ക്ലൗഡ്സിൻ്റെ ഇടയ്ക്കൊന്ന് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ ഗ്രീനറി. വേറൊരു സ്ഥലത്തെത്തിയ ഫീൽ തോന്നിയില്ല മേളിൽ നിന്ന്. ഇനി താഴോട്ട് എത്തിയിട്ടറിയാം എങ്ങനെ ഉണ്ടെന്ന്. ഓരോരോ ഐലൻഡായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിടക്കുന്നതും ആ വെള്ളത്തിൻ്റെ കളറും നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. അങ്ങനെ നമ്മൾ ഫുക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി ഒരു ബസ്സിനാണ് നമ്മൾ എയർപോർട്ടിലോട്ട് പോയത്. അപ്പോൾ ഗായ്സ്, ഫൈനലി നമ്മൾ ഫുക്കറ്റ് എയർപോർട്ടിലെത്തി. നമ്മുടെ ഏജൻസി പറഞ്ഞിട്ടുണ്ട് ഏത് ഗേറ്റിൽ നിന്ന് ഇറങ്ങണം, അവരെവിടെ വെയിറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ബാക്കി കൊളീഗ്സിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിന്നു. അപ്പോൾ ഇത്രയുള്ള എയർപോർട്ട് വിശേഷങ്ങൾ. ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും, ഫുൾ തായ്ലൻഡ് വിശേഷങ്ങളായി. ബൈ.